അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. അപ്പോൾ പൊങ്കലായിട്ട് നമുക്കൊരു വെൺപൊങ്കൽ അല്ലെങ്കിൽ ഒരു കാരപ്പൊങ്കൽ ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അത്. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അരിയും കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ആ പരിപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതാദ്യം പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴുകിയിട്ട് അങ്ങനെയാണെങ്കിലും ഇടാം കേട്ടോ. ഞാനിതൊന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഗ്ലാസ് എല്ലാം എടുത്ത് ഒരു 4 ഗ്ലാസ് വെള്ളം, നല്ലോണം വേവണമല്ലോ. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് സിമ്മാക്കിയിട്ട് ഒരു 3 വിസിൽ ഒക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റീമും അതിൻ്റെ പോയതിന് ശേഷം മാത്രമേ അത് തുറക്കാവുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സാമ്പാറും ചട്നിയൊക്കെ വേണം കേട്ടോ. ഏതെങ്കിലും സാമ്പാറായാലും നല്ല ഒരു കോമ്പിനേഷനാണ്. സാമ്പാറും ചട്നിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ചു. ഇനി സിമ്മിലാക്കിയിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല വെന്ത് നല്ല കുഴഞ്ഞിട്ടുണ്ടാവും കേട്ടോ, പരിപ്പും അരിയും കൂടിയിട്ട് ചോറും കൂടിയിട്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഇളക്കി മിക്സ് ആക്കുമ്പോഴേക്കും നല്ലോണം അങ്ങോട്ട് കുഴഞ്ഞ് വരും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലോണം ഒരു വറുത്തിടാണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നല്ലോണം ഒന്ന് വറുത്തിടാണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നെയ്യ് തന്നെ വേണം ചെയ്യാനും. പിന്നെ നെയ്യിൻ്റെ അളവൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൽ നല്ലോണം കുറച്ച് നെയ്യ് വേണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നെയ്യിലേക്ക് കുറച്ച് ജീരകം, നെയ്യ് ചൂടായി വരുമ്പോൾ നല്ലോണം ജീരകം ഒന്ന് മൂത്തിട്ട് വരണം. ജീരകത്തിൻ്റെ ആ നല്ല ഫ്ലേവറൊക്കെ നമ്മളുടെ നെയ്യിലേക്കൊന്ന് ഇറങ്ങി ആ ചോറിലേക്കൊന്ന് പിടിച്ച് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അത് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് പച്ചമുളക്, കുനുകുനെ അരിഞ്ഞ പച്ചമുളക്, പിന്നെ കുറച്ച് കുനുകുനെ അരിഞ്ഞ ഇഞ്ചി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മളുടെ ചോറിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി വെൺപൊങ്കൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിനൊരു കോമ്പിനേഷൻ സാമ്പാറിൻ്റെ കൂടിയാട്ടോ. സാമ്പാറും ചട്നി കൂടെ ഉണ്ടെങ്കിലും സൂപ്പർ, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.